നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയത്? അപ്ലിക്കേഷൻസ് ഓഫ് നേൺസ്റ്റ് ഈക്വേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. നേൺസ്റ്റ് ഈക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരു സ്പെസിഫിക് ഫോമിലാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ അതായത് ഈ സെഡ് സി യു സെൽ നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു അല്ലേ? എവിടെയായിരുന്നു അത്? ഡാനിയൽ ചെയ്തിരുന്നു. ഡാനിയൽ ചെയ്തു. പിന്നെ ഹൈഡ്രജൻ ഇലക്ട്രോഡും വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഇനി വേറെ ടൈപ്പിലുള്ള, അതായത് കോൺസെൻട്രേഷൻ സെല്ല്, ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടി വിശദമായിട്ടൊരു ക്വാണ്ടിറ്റേറ്റീവിലായിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. കോൺസെൻട്രേഷൻ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റൽ സെല്ല് നോക്കിയത്. അതായത് രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തത് അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത്, അതായത് നമ്മൾക്ക് ഒരു ഈ സെൽ എന്നത് കിട്ടിയത് ബേസിക്കലി നമ്മളുടെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ആ ഒരു ഡിഫറൻസിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അവിടെയുള്ള ഒരു കറണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ ഈ രണ്ട് ഇലക്ട്രോഡിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സെല്ലുകൾ നിർമ്മിച്ചത്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് ആയിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരുന്നു. ഇനി കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുമ്പോൾ സെയിം മെറ്റലിൻ്റെ ഇലക്ട്രോഡുകൾ സെയിം മെറ്റലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം മെറ്റലിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് E0 നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ? സെയിം മെറ്റലിൻ്റെ ആവുമ്പോൾ E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കില്ലേ രണ്ടിനും? ഹലോ, കേൾക്കാം സർ. കേൾക്കാം. അപ്പോൾ നമുക്ക് ഇയിൽ എങ്ങനെ ചേഞ്ച് വരുത്താൻ പറ്റുക? കാരണം ഈ RPയിൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രമാണ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് പൊട്ടൻഷ്യലിനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമാണ് അതൊരു സെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ RPയെ E0 RP അല്ലാതെ വേറെ എന്താണ്? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഞാൻ ചോദിച്ചത് നമ്മൾ ഡിഫറെൻറ്റ് മെറ്റൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം E0, അതായത് ഇപ്പോൾ സപ്പോസ് ഇവിടെ തന്നെ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഈ CUവിൻ്റെയും ZNൻ്റെയും എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും E0 തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? E0 ZNും, അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും അതേപോലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറും ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അതാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്തത്? ഈ ഡാനിയൽ സെൽ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറയാണ്, നമ്മളുടെ കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോഡുകളും സെയിം മെറ്റലിൻ്റെ ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഇവിടെയുള്ള വ്യത്യാസം എന്താന്ന്? ഓക്കെ, മറ്റൊരുത്ത് ഡാനിയൽ സെല്ലിൽ ZNും CUവും ആയിരുന്നു. ഇവിടെ ഞാൻ രണ്ടും സെയിം മെറ്റലാണ് എടുക്കുന്നത്. അപ്പോൾ E0 RP സെയിം ആയിരിക്കും അല്ലേ? ആണ്. അപ്പോൾ E0 RP സെയിം ആകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ RPയിൽ ഡിഫറൻസ് കൊണ്ടുവരാം? കാരണം അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിൽ ഒരു കറണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഹലോ, അപ്പോൾ E0 RPയിൽ E0 RP ഇവിടെ മാറ്റർ ചെയ്യില്ല, കാരണം രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ വേറെ എന്ത് ഫാക്ടറാണ് അവിടെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക?
കോൺസെൻട്രേഷൻ അല്ലേ? കാരണം എന്താ, ഇവിടെ കണ്ടോ, ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് ഈ ഒരു കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോഡിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോഡിൻ്റെ ഇപ്പോൾ നമ്മളെവിടെ ചെയ്തേ, ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഓക്കെ, ഈ ZN2 + 2 ZN ഇല്ലേ, ഇത് കണ്ടോ, ഇത് E0 ആണ്, ഇത് എന്താണ്, കോൺസെൻട്രേഷൻ്റെ ടൈമാണ് അല്ലേ? അപ്പൊ നമ്മൾക്ക് എന്താണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നത്, അതായത് എന്ത് ചേഞ്ച് ചെയ്താലാണ് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? കോൺസെൻട്രേഷൻ അല്ലേ? ഓക്കെ, അതായത് സെയിം ഇലക്ട്രോലൈറ്റ്, ഒബ്വിയസ്ലി സെയിം മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് സെയിം ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള സെയിം ഇലക്ട്രോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, ഇതിനെ അപ്പൊ നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, ഹലോ ഹലോ കേൾക്കുന്നില്ല എല്ലാവർക്കും? രണ്ട് ബീക്കറിലാണ്. അത് എന്തുകൊണ്ടാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ഡിഫറെന്റ് കോൺസെൻട്രേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ട്, അതായത് രണ്ടും ഒരു ബീക്കറിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ബീക്കറിൽ വെക്കണം. പക്ഷെ നമ്മൾക്ക് അയേൺസിന്റെ എണ്ണം വളരെ അവിടെ എവിടെയും കുറവ് വരാൻ പാടില്ല ന്യൂട്രാലിറ്റിക്ക്. അതുകൊണ്ട് നമ്മൾ സോൾട്ട് ബ്രിഡ്ജും വെക്കും. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ സെല്ല് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് H2, ഇതെന്താണ്, H2 to H+, H+ to H2. അതായത് ഇതിവിടെ ആകെയുള്ളത് എന്താണ്, നമുക്ക് ഹൈഡ്രജൻ്റെ ആണിത് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ഇൻ ഒരു ആസിഡോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒരു മെറ്റൽ പ്ലാറ്റിനത്തിലോ മറ്റോ അബ്സോർബ് ചെയ്തിട്ട് അതൊരു ആസിഡിൽ വെക്കുന്ന സെല്ലാണിത് അല്ലേ? ഇതിൽ എന്താണ് വ്യത്യാസം? ഈ ആസിഡിന്റെ കോൺസെൻട്രേഷനിലാണ് വ്യത്യാസം അല്ലേ? ക്ലിയർ ആണോ? അതായത് ഈ H+ എന്ന് പറയുമ്പോൾ അത് ഏതിൽ നിന്നാണ് H+ ഉണ്ടാവുക? ആസിഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു രണ്ട് ബീക്കർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു MHCl-ഉം ഇവിടെ 0.01 MHCl എടുത്ത HCl. ഓക്കെ, ഇവിടെ ഞാനൊരു മറ്റേ നമ്മളെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോലെ പ്ലാറ്റിനവും അതുമേ ഹൈഡ്രജൻ എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സോൾട്ട് ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ സെല്ല് വർക്ക് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷനുള്ള ഡിഫറൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ അടുത്തത് Cu, Cu2+, Cu2+, C1, C2, അതായത് C1 ഉം C2 ഡിഫറെൻ്റ് ആണ്. C1 ≠ C2. ഓക്കെ, അടുത്തത് ഇതിൽ രണ്ട് ടൈപ്സ്, ഒന്ന് ഇലക്ട്രോഡ് കോൺസെൻട്രേഷനും ഒന്ന് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് സോൾട്ട് ബ്രിഡ്ജിന്റെ ആവശ്യം അധികം വരുന്നില്ല. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം എന്താ, ഇത് സെയിം ആണല്ലേ? ഓക്കെ, പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം? ഇലക്ട്രോഡ് ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. അതായത് ഹൈഡ്രജൻ രണ്ട് സൈഡിലുള്ളതിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ഹലോ, ഓക്കെ,
അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യമായതുകൊണ്ട് പ്രഷറാണ്, പാർഷ്യൽ പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യുക, ഗ്യാസ് ആയതുകൊണ്ട്. അപ്പോൾ P2 ലെസ് ദാൻ P1 ഫോർ എന്താ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒബ്വിയസ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ് ഡെൽറ്റ ജി ഈക്വൽ ടു എന്താ -NFE അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ പോസിറ്റീവ് ആയിരിക്കാം. അതുകൊണ്ടാണ് P2 ലെസ് ദാൻ P1. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. ഇതിൽ എന്താണ് EMF ഓഫ് കോൺസെൻട്രേഷൻ സെൽ അറ്റ് 298 K is given by Zn2 plus Cn Zn2 plus. ഇവിടെ എന്തിലാണ് വ്യത്യാസം? ഇലക്ട്രോലൈറ്റിലാണ് വ്യത്യാസം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും E cell equal to 0.059 by N1 log C2 by C1. ക്ലിയർ ആണോ? ഇതെങ്ങനെയാ വന്നേന്ന്? ഇത് രണ്ടും എങ്ങനെയാ വന്നേന്ന് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കേസസ് ഓഫ് ഇലക്ട്രോളിസിസ്, അതായത് ഇലക്ട്രോളിസിസ് എവിടെയൊക്കെയാണ്, കുറച്ച് എക്സാമ്പിൾസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഹലോ. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? NaCl, അതായത് നമ്മളുടെ സോൾട്ടിനെ, ലിക്വിഡ് ഫോമിലുള്ള സോൾട്ടിനെ എന്ത് ചെയ്യും നമ്മൾ? സോഡിയം ക്ലോറിനായിട്ട് മാറ്റും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഒരു ഇലക്ട്രോഡിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ കാത്തോഡിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇക്വേഷൻ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് Na പോസിറ്റീവ് അയോൺ 2 ഇലക്ട്രോണായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും? 2 സോഡിയം ആറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോൺ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ? 2.71 വോൾട്ട്. ഇനി ആനോഡിൽ എന്ത് സംഭവിക്കും? 2 Cl അയോൺസ് Cl2 ആയി മാറും. അതിൻ്റെ ഒപ്പം തന്നെ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഈ 2 റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണാണ് ഇവിടെ ഇതിന് യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? -1.36. അപ്പോൾ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എടുത്ത് എഴുതാൻ പറ്റുക? ഓവറോൾ റിയാക്ഷൻ ഇതിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഈ എന്ത് കട്ടായി പോകും? ഇലക്ട്രോൺസ് കട്ടായി പോകും രണ്ട് സൈഡിൽ. അപ്പോൾ 2Na plus 2Cl minus gives 2Na plus Cl2. അതായത് സോഡിയം അവിടെ ലിക്വിഡായിട്ട് കിടക്കും, Cl2 ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ആവും അല്ലേ. ഹലോ, അതായത് കാത്തോഡിൽ നമുക്ക് സോഡിയം ഡെപ്പോസിറ്റ് കിട്ടും ഒരു ലിക്വിഡ് ഫോമിൽ. ആനോഡിൽ എന്താവും? Cl2 ഇവോൾവ് ആവും. ഇനി അടുത്തൊരു കേസ്, അതായത് ഇത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആയിരുന്നു. അതായത് ഇതിൽ വാട്ടർ ഇല്ല. നമ്മളിത് എന്താണ് ചെയ്തത്? ഉപ്പ് ചൂടാക്കി അതൊരു ഉരുകുമല്ലോ ഉപ്പ് ചൂടാകുമ്പോൾ. ഹലോ, കേൾക്കുന്നുണ്ടോ? കാശി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉരുക്കിയിട്ട് അതിലാണ് ഇലക്ട്രോളിസിസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് NaCl ലിക്വിഡായി അതിൻ്റെ ഇലക്ട്രോളിസിസ് നടന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അക്വസ് സൊല്യൂഷൻ, അതായത് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് NaCl, അത് Na പ്ലസ് Cl മൈനസ് ആവും അല്ലേ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് അയണൈസേഷൻ ആവും. അതുപോലെ തന്നെ അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ട് എന്തുണ്ടാവും? അവിടെ നമ്മളുടെ വാട്ടർ H2O എന്ത് സംഭവിക്കും?
ഇലക്ട്രോളിസിസ് നടക്കും അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഹൈഡ്രജനും H പ്ലസും OH മൈനസ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ കാത്തോഡിൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ Na പ്ലസ് നമ്മൾ നേരത്തെ കണ്ട പോലെ 2 Na പ്ലസ് 2 ഇലക്ട്രോൺ കൂടി 2 Na ആവും. അതേപോലെ H2O ഇലക്ട്രോണായിട്ട് ചേർന്നിട്ട് ഹൈഡ്രജനും 2 എന്താവും OH അയോണും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം നേരത്തെ 2.71 ഇവിടെ -0.83. അപ്പോൾ നമുക്ക് മനസ്സിലായി കാത്തോഡിൽ എന്ത് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും അല്ലേ? അടുത്തത് ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിൽ 2 H2O നമ്മളെ ചെയ്യുന്ന 2 H2O O2ഉം 4H പ്ലസും 4E ആവും. അതായത് O2 ഇവോൾവ് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ ഹൈഡ്രജൻ അയോൺസ് നമ്മളുടെ ആസിഡിക് അയോൺസ് റിലീസ് ആവും, അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോൺ റിലീസ് ആവും. ഈ ഇലക്ട്രോണാണ് ഇവിടേക്ക് യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ 2Cl മൈനസ് gives Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. സോറി, ഈ ഇലക്ട്രോണാണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുക. ഇവിടെ റിലീസ് ആവുന്ന ലിബറേറ്റ് ആവുന്ന ഇലക്ട്രോൺസ് ഇവിടെ യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതിയിട്ടുണ്ട് -1.23V -1.36. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഗ്യാസും Cl2 ഗ്യാസും ഇവോൾവ് ആവപ്പെടുക ഇവിടെ ആനോഡിൽ. കാത്തോഡിൽ എന്ത് സംഭവിക്കും? സോഡിയം ഡെപ്പോസിഷനും ഹൈഡ്രജൻ്റെ എന്താ ഇവോൾവിങ്. ഓക്കെ, അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്? സെല്ലുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഹലോ ഹലോ. ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ എന്താ ഇലക്ട്രിക്കൽ എനർജി ഉള്ളത്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏത് എനർജിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ എങ്ങനെയാണ് അതായത് എഫക്റ്റീവ്ലി നമുക്ക് എന്താ ചാനൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെല്ല് യൂസ് ചെയ്യുന്നത്. എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലേ? അതായത് നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ ഒക്കെ പറഞ്ഞു ഇതുവരെ. ഇനി നമ്മൾ ബാറ്ററിയെ കുറിച്ച്. അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങൾ കേട്ടതൊക്കെ വെച്ചിട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, അദീബ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് അല്ല. അല്ല, ബാറ്ററി എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? നിങ്ങളിപ്പോൾ ബാറ്ററി കണ്ടിട്ടുണ്ടോ വീട്ടിലൊക്കെ? ബാറ്ററി കണ്ടാണ്. അപ്പൊ അത് പൊളിച്ചൊക്കെ നോക്കിയിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ കണ്ടത് അതില്? കാഥോഡുണ്ട്, ആനോഡുണ്ട്. ഏത് സെല്ലാ പൊളിച്ചു നോക്കി? സോറി, ഏത് ബാറ്ററിയാ പൊളിച്ചു നോക്കി? സാധാ ചെറിയ ബാറ്ററി. ഏത്? നമ്മുടെ മറ്റേ റേഡിയോയിലൊക്കെ ഇടുന്നതോ? അപ്പൊ അതിലെന്തൊക്കെ കണ്ടു? ഹലോ, ഹലോ. അതിലെന്തൊക്കെ കണ്ടു? ഹലോ, ബാറ്ററിയിൽ എന്തൊക്കെ കണ്ടു? അതായത് കാഥോഡ് ഏതായിരുന്നു, അല്ലെങ്കിൽ ആനോഡ് ഏതായിരുന്നു? ഹലോ, 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 കേൾക്കുന്നുണ്ടോ?
ഹലോ. ആ കേൾക്കുന്നുണ്ട്. പറയാ, അപ്പൊ എന്തൊക്കെയാ കണ്ടേ ബാറ്ററി പൊളിച്ചു നോക്കിയപ്പോ? ഒരു കറുപ്പ് കളറിൽ എന്തോ കണ്ടേ, ഒരു പൊടി. കറുപ്പ കളറുള്ള പൊടി. ഓക്കെ, അതെന്തായിരിക്കും അപ്പൊ കറുപ്പ കളറുള്ള പൊടി? ഓക്കെ, അതിനു മുമ്പ് നൊട്ടേഷൻസ് കണ്ടോ ബാറ്ററിയിൽ? പോസിറ്റീവ്, നെഗറ്റീവ്. ആ കണ്ട്. അതിലപ്പോ ഒരു ഭാഗം ഒരു ചെറിയ മിനിറ്റ്, ഞാൻ ഇവിടെ സപ്പോസ് ഇങ്ങനെയല്ല ബാറ്ററി അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു ഭാഗം ഇവിടെ ചെറിയൊരു കുഴി പോലെ അല്ലേ? അപ്പൊ ഇത് ഏത് ഭാഗമാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് പോസിറ്റീവാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് പൊളിച്ചു അല്ലേ? ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു മെറ്റൽ ആയിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പൊ അത് പൊളിച്ചു. അപ്പൊ എന്ത് കാണും അതിന്റെ ഉള്ളില്? ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, മെറ്റൽ ക്യാപ്പ് അല്ലേ? ഹലോ. ഹലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ഹലോ. അപ്പോൾ അദീബ, നമ്മൾ ഒരു സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? മാക്സിമം എത്രയാണ് കിട്ടാൻ പറ്റുക? അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഒരു ഡിഫറൻസ്, അതായത് എത്ര കോൺസെൻട്രേഷൻ വെച്ചാലും അല്ലെങ്കിൽ എത്ര വലിയ ഡിഫറൻസ് ഉള്ളത് എടുത്താലും ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന പവറിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അതായത് EMF ഒരു ലിമിറ്റ് ഉണ്ട്. ഹലോ. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മളൊരു സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റുന്ന EMF ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളുടെ ഹെവി ഡ്യൂട്ടി ഇപ്പോൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എക്യുപ്മെൻറ്റ്സിനൊക്കെ, സപ്പോസ് നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു ഗാൽവനിക് സെൽ കൊണ്ടൊന്നും പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ റൺ ചെയ്യാനൊരു ഇപ്പോൾ സപ്പോസ് ഒരു നമ്മളുടെ റേഡിയോയ്ക്ക് വേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ TV-ക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ടിവിയുടെ റിമോട്ടിലിടുന്ന എത്ര ബാറ്ററി ഇടും നമ്മൾ? ഹലോ. അദീബ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടിവിയുടെ റിമോട്ടിൽ എത്ര ബാറ്ററി ഇടും നമ്മൾ? 2. അത് എത്ര വോൾട്ടിന്റെ ബാറ്ററിയാണ്? ഹലോ. എത്ര വോൾട്ടിന്റെ ബാറ്ററി അത്? എനിക്കറിയില്ല. ഓക്കെ, അത് 1.5 വോൾട്ടിന്റെ ആണ്. അപ്പൊ നമുക്ക് 3 വോൾട്ടിന്റെ സപ്ലൈ വേണം. എന്തിന്? നമ്മളുടെ ടിവിയുടെ റിമോട്ടിന്. നമ്മളുടെ വാച്ചിലൊക്കെ നമ്മളൊരു ബാറ്ററി ഇടില്ലേ, ചെറുത്? അത് എത്ര ഇടും? എത്ര ബാറ്ററി ഇടും വാച്ചില്? തുറന്നു നോക്കിയിട്ടുണ്ടോ? വാച്ചിൽ ഇങ്ങനെ വട്ടത്തിലൊരു ബാറ്ററി ഉണ്ടോ അല്ലേ? 2 ബാറ്ററി ഉണ്ടോ? ഓക്കെ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ വാച്ച് ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് എത്ര ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയുടെ ബാറ്ററിക്ക് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ
ആണ് അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ എക്യുപ്മെന്റ്സിനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ വേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് ബേസിക്കലി നമ്മളുടെ ടി വിക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിന് അല്ലെങ്കിൽ മൊബൈലിന് ഇതിനൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ വ്യത്യാസമാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സെല്ലിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന EMFന് ഒരു ലിമിറ്റ് ഉണ്ട്, വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സെൽസിനെ സീരീസിൽ കണക്ട് ചെയ്യും. ഹലോ, സീരീസിൽ എങ്ങനെയാ കണക്ട് ചെയ്യുക? സീരീസിൽ എന്ന് പറഞ്ഞാൽ നേരെ കണക്ട് ചെയ്യും അല്ലേ? അപ്പൊ സീരീസിൽ കണക്ട് ചെയ്തിട്ട് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ആഡപ്പ് ആവും അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡപ്പ് ആവും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് ഹയർ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ, ആ ഗ്രൂപ്പിനെയാണ് പറയാൻ നമ്മൾ എന്ത് പറയുക, ആ അറേഞ്ച്മെന്റിനെ ബാറ്ററി എന്ന് പറയും. ക്ലിയർ ആണോ? ഇല്ല മനസ്സിലായില്ല. അതായത് സെൽസിൽ, അതായത് ഗാൽവനിക് സെൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൽസ് സീരീസിൽ കണക്ട് ചെയ്ത് ഹയർ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സീരീസിൽ കണക്ട് ചെയ്യുന്ന ആ അറേഞ്ച്മെന്റിനെ നമ്മൾ ബാറ്ററി എന്ന് പറയും. ഓക്കെ. അപ്പൊ ബാറ്ററിയും സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് പ്രൈമറി ബാറ്ററി എന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ആക്റ്റീവ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. പക്ഷേ അത് അവിടെ മെറ്റീരിയൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സപ്പോസ് ഗാൽവനിക് സെല്ലാണെങ്കിൽ ഗാൽവനിക് സെല്ലിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഗാൽവനിക് സെല്ലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഗാൽവനിക് സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? സിങ്ക് ചെറുതായിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ. അപ്പോൾ സിങ്ക് ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാൽവനിക് സെല്ല് വർക്ക് ചെയ്യില്ല അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനിക് സെല്ല് കൺസ്യൂം ആകപ്പെടും, അത് ഫങ്ഷൻ ചെയ്യാൻ സ്റ്റോപ്പ് ആവപ്പെടും, അത് ഫങ്ഷൻ ചെയ്യില്ല. അപ്പം അതേപോലെ ഇവിടെ നമ്മൾ ഡ്രൈ സെല്ല് ഈ പ്രൈമറി ബാറ്ററിയുടെ ഒരു ഉദാഹരണമാണ്. അതായത് റീയൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു ബാറ്ററി നമ്മളിട്ട് ഇപ്പോൾ നമ്മളുടെ സാധാരണ ഇപ്പോൾ ഡ്രൈ സെല്ല് പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പൊളിച്ചു നോക്കിയില്ലേ ബാറ്ററി? ഹലോ, അത് ഡ്രൈ സെല്ലാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണ്, കാത്തോഡ് എന്താണ്? കാർബൺ റോഡാണ്. ആ നടുക്കുള്ള ഒരു റോഡില്ലേ കറുത്തിട്ട്? ഹലോ, ആ നടുക്കുള്ള കറുത്തിട്ടുള്ള റോഡാണ് എന്ത്? കാത്തോഡ്. അതിൻ്റെ ചുറ്റും MnO2 കാർബൺ ഉണ്ട്. അതാണ് കറുത്ത കളറിൽ കാണുന്ന പൗഡർ, പേസ്റ്റ്. ഒരു പൗഡറും ഒരു പേസ്റ്റും കാണാം, അതാണ് MnO2 കാർബണും ആണത്. ഒരു മിനിറ്റ്, ഇപ്പം എന്തായാലും ഈ ക്ലാസ് ഇപ്പോൾ കഴിയും, എന്നിട്ട് വേഗം ജോയിൻ ചെയ്യണേ.